അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരീഖിൽ നിന്നുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ. ഇടതുഭാഗത്ത് കാണാം അബ്ദുൽ മുത്തലിബ്. 2. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ച ഗോത്രം. ഏത് ഗോത്രത്തിൽ നിന്നാണ്? ജുർഹും ഗോത്രം. 3. ഹലീമ ബീവിയുടെ മകൻ. ഇടതുഭാഗത്ത് കാണാം ലംബ്രത്ത്. 4. ഹബശയുടെ ഇപ്പോഴത്തെ പേര്. ഹബശയുടെ ഇപ്പോഴത്തെ പേരാണ് എത്യോപ്യ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തവാസം അനുഷ്ഠിച്ചു. ഇടതുഭാഗത്ത് കാണാം ജബലുൻ നൂർ. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ. ആൺമക്കളുടെ പേരുകൾ എഴുതാം. 1. ഖാസിം. 2. അബ്ദുള്ള. 3. ഇബ്രാഹിം. 2. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ സമാധാന വചനങ്ങൾ എന്താണെന്ന് 2 എഴുതുക. 1. അള്ളാഹു ഒരിക്കലും തങ്ങളെ കൈവിടുകയില്ല. 2. താങ്കൾ വ്യസനിക്കേണ്ടതില്ല. അള്ളാഹു ഒരിക്കലും തങ്ങളെ കൈവിടുകയില്ല. 3. ഖദീജ ബീവിയുടെ ഗുണങ്ങൾ. 1. കാര്യസ്ഥത. 2. ബുദ്ധികൂർമ്മത. 3. ഭർതൃ സ്നേഹം. 4. ഔദാര്യം. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ്. ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് മാരിയത്തുൽ ഖബ്തിയ്യ എന്നിവരാണ്. 2. ഹജറുൽ അസ്വദിന് തർക്കത്തിൽ ആരുടെ അഭിപ്രായം ആണ് സ്വീകരിച്ചത്? ഉത്തരം അബൂ ഉമയ്യത്തുൽ മഖ്സൂമി എന്നിവരുടെ അഭിപ്രായമായിരുന്നു സ്വീകരിച്ചത്. ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചു എത്ര വയസ്സിൽ? 40-ാം വയസ്സിൽ. ചോദ്യം 4. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം. 13-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് 6-ാം വർഷം. അതിൻ്റെ കൂടെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് പറയുന്നുണ്ട്. നുബുവത്തിൻ്റെ 2-ാം വർഷത്തിലാണ്. ആ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, രണ്ടും പഠിക്കണം. ഇനി ഉത്തരം എഴുതാം. 1. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി പോയി ആരുടെ അടുക്കൽ? ഉത്തരം വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് പോയത്. ചോദ്യം 2. 2-ാം ഹബശ യാത്രയിൽ ആളുകൾ എത്ര പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു? ഉത്തരം 82 പുരുഷന്മാരും 18 സ്ത്രീകളുമായിരുന്നു 2-ാമത്തെ ഹബശ യാത്രയിൽ ഉണ്ടായിരുന്നത്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതൽക്കേ വിട്ടുനിന്നു എന്തിൽ നിന്നെല്ലാം? പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഉത്തരം അക്രമം, അനീതി, ബിംബാരാധന തുടങ്ങിയവയിൽ നിന്നെല്ലാം ചെറുപ്പം മുതൽക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുനിന്നു. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ സിറിയ യാത്ര ആരുടെ കൂടെയായിരുന്നു? ഉത്തരം അബൂ ത്വാലിബിൻ്റെ കൂടെ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് വഫാത്തായ സ്ഥലം. ഉത്തരം അബവാ. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. 1. പൂർവ വേദങ്ങൾ പഠിച്ച പണ്ഡിതനായിരുന്നു ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. പൂർവ വേദങ്ങൾ പഠിച്ച പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫൽ. 2. ത്വയ്യിബ്, ത്വാഹിർ എന്നീ ഉപനാമങ്ങൾ ഉള്ള പുത്രനാണ് ഡാഷ്. ഉത്തരം ത്വയ്യിബ്, ത്വാഹിർ എന്നീ ഉപനാമങ്ങളുള്ള പുത്രനാണ് അബ്ദുള്ള. 3. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് ഡാഷ്.
പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. 4. ഖദീജ ബീവിയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഡാഷ് പൂരിപ്പിച്ചെടുക്കുക. ഖദീജ ബീവിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 5. അബൂഹു അബ്ദുല്ലാഹി ഡാഷ് അബ്ദു മനാഫി മുൻതസീബ്. അത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ ഉണ്ടാകും, അത് കാണാതെ പഠിക്കുക. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസീബ് ഖുസൈ കിലാബുൻ മുറത്തുൻ ഖഅബുൽ ലുഐ ഗലീബു ഫിഹ്റുൻ മാലിക്കുൻ നളുറുൻ ഉഖൈ. ഇനി അടുത്ത പ്രവർത്തനം. ഇത് പറഞ്ഞത് ആരാണ്? 1. ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല. ഇതാരാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് നസ്തൂറ എന്ന പുരോഹിതനാണ്. 2. കുട്ടിയെ സൂക്ഷിക്കണം, യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് പറഞ്ഞതാരാണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. 6ൽ 2 എന്ന് എഴുതിയിട്ട് ആ പേര് എഴുതുക. ആദ്യം ആരോ കമൻ്റ് ഇടുന്നത് അവരുടെ കമൻറ്റ് പിൻ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.